ഗായ്സ്, അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പം രാവിലെ തന്നെ ഞാനും അനിയനും, രാവിലെ എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു 10 മണി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് കൊട്ടിയം വരെ പോകണമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ അന്ന് ഒന്നും സെലിബ്രേറ്റ് ചെയ്യുകയോ ഒന്നും വാങ്ങിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കൊട്ടിയത്ത്, ചന്തയല്ല ഇത്, നമ്മുടെ കൊട്ടിയത്ത് ജംഗ്ഷനിലൊരു കടയാണ്. ഇത് നല്ല ലാഭത്തിന് സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതവിടെ പോയി ഞാനും അനിയനും കൂടെ പോയി പച്ചക്കറി എല്ലാം വാങ്ങിച്ച് തിരിച്ച് അബ്ബാസ് മാമൻ്റെ, നമ്മുടെ കൊട്ടിയത്ത് അബ്ബാസ് മാമൻ്റെ കടയിൽ വന്ന് ചിക്കനൊക്കെ വാങ്ങിക്കണമായിരുന്നു. ചിക്കനെല്ലാം സത്യം പറഞ്ഞ് എല്ലായിടത്തും ഞാൻ നല്ല പോസ്റ്റായിരുന്നു, സത്യം പറയാമല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് നടക്കുക. ഇത് നമ്മുടെ KM മാളാണ്. അപ്പോൾ അങ്ങോട്ട് അവിടെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വന്ന് വണ്ടിയിൽ സാധനങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ആ ഇട്ടിരുന്ന വേഷത്തിൽ തന്നെ ഞാൻ ഉള്ളി അരിയാനൊക്കെ അങ്ങിരുന്നു. കാരണം അനിയൻ കതക് അടച്ചിരുന്നു. അപ്പോൾ താക്കോൽ അവൻ്റെ കയ്യിലായിപ്പോൾ അവൻ പുറത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ വേഷത്തിൽ ഇരുന്ന് എന്തായാലും കുളിക്കണം, തുണി കഴുകുകയും വേണം. അങ്ങനെ പിന്നെ ആ വേഷത്തിൽ ഇരുന്ന് ഞാനും അമ്മയും എല്ലാവരും കൂടെ നിന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ്. അപ്പം അമ്മയാണ് വീഡിയോ എടുത്ത കേട്ടോ. അപ്പം ഇത് അമ്മയാണോ? അമ്മയാണെന്ന് തോന്നുന്നു. അങ്ങനെ പാറു പോസ് ചെയ്യുക. അപ്പം അനിയനാണ് കേട്ടോ സംഭവം വീഡിയോ എടുത്ത്. അവ പുറത്തല്ലായിരുന്നു, അവ അകത്തുണ്ടായിരുന്നു. അവ അമ്മ കിടക്കുമെന്നും പറഞ്ഞുകൊണ്ട് താക്കോല് പൂട്ടി മാറ്റിയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാര്യം സംസാരിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ല ലാഭത്തിന് തന്നെന്ന് വെച്ചാൽ എല്ലാം നല്ല ലാഭത്തിന് തന്നായിരുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ ഞങ്ങളവിടെ. എന്തൊക്കെയോ കൊതിയുന്നുണേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് കറക്റ്റ് എനിക്കറിയാൻ വയ്യ, കാരണം വോയിസ് മൊത്തവും കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടേ ഒന്നും അറിയാൻ വയ്യ. പാറുവാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അവളുടേതായിട്ടുള്ള രീതിയിലുള്ള കുരുത്തക്കേടല്ല, അവളൊരു സൈഡിൽ നിന്ന് ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് പനിയല്ലേ, അപ്പം ഒരുപാട് ശരീരം ഇളക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയേ. പിന്നെ അവളെ ഇരട്ടി കുരുത്തക്കേടാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നപ്പം ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചിക്കൻ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോവാം. സംഭവം ഞാൻ ഡ്രസ്സ് ഊരിയ സമയം കൊണ്ട് അവിടെ എന്തൊക്കെയോ നടന്നു. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ നോക്കി. അങ്ങനെ പാറുവിൻ്റെ അടുത്ത് എന്തോ സ്പെഷ്യലെന്ന് ചോദിച്ചപ്പോൾ അല്ല ചിക്കൻ വാങ്ങിച്ച് ഞാൻ എനിക്ക് അവൾ ഉമ്മ തരുക. അങ്ങനെ അമ്മയെ കാണുന്നില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടോ ഇതുകൊണ്ടാണ് കതവ് തുറക്കാത്ത. അകത്ത് കള്ളിപ്പെണ്ണ് അകത്ത് കയറി ഫോണിനകത്ത് എന്തോ കണ്ടുകൊണ്ട് കിടക്കുന്നു. ക്ഷീണം വന്നടി ഞാനങ്ങ് ഉറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ എൻ്റെ അപ്പൂപ്പൻ കിടക്കുന്നു, അപ്പൂപ്പൻ കിടന്നുറങ്ങുന്നു. അങ്ങനെ പിന്നെ നേരെ വന്ന് ഞാൻ ചിക്കനൊക്കെ നോക്കിയപ്പം കുറച്ച് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പുറത്ത് അടുക്കളയിലാണ് ബാക്കി. അമ്മാമ്മയ്ക്ക് എല്ലാം അടുപ്പിൽ തന്നെ വെക്കണം. അങ്ങനെ പിന്നെ അമ്മ അത് അടുപ്പിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നേ. അങ്ങനെ സംഭവം തിളച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന ഗ്യാപ്പിൽ എത്രയായത്. നല്ല രീതി തീയും കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വേണ്ട ചോറ് ഊറ്റി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം കുടിക്കാനുള്ളത് ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അങ്ങനെ കറി അവിടെ സെറ്റായി. പിന്നെ ഞാൻ അപ്പോഴേ സമയം കളഞ്ഞില്ല, പെട്ടെന്ന് ചക്കയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കൂട്ടി. അങ്ങനെ ഞാൻ മേളിൽ ഇരുന്ന് കഴിക്കുമായിരുന്നു, അനിയൻ തറയിലിരുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നല്ല രീതിയിൽ കുഴച്ച്, സത്യം പറയാമല്ലോ നല്ല രീതിയിൽ ഫുഡ് അടിച്ചു കേട്ടോ. അങ്ങനെ മാമുണ്ണാന്ന് പറയുക. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്ന് നല്ലൊരുറക്കം ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ട് നിൽക്കുന്ന നിപ്പാണ് ഇത്. അങ്ങനെ അമ്മയുടെ തലയിൽ താരന് തേക്കുന്നൊരു മരുന്നുണ്ട്, അതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞങ്ങൾ പോയി കുളിച്ചിട്ട് ജിമ്മിൽ പോവുക. അനിയന് ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു അപ്പൂപ്പൻ നടത്തുന്നൊരു ജിമ്മുണ്ട്. അപ്പം അനിയന് വെയിറ്റ് നല്ല രീതിയിൽ കൂടിയോണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മാമ്മ നിൽക്കുന്ന അമ്പലത്തിന് തൊട്ടിപ്പുറത്താണ്. അപ്പം സാധനങ്ങളൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇത് വന്നിട്ട് 2 ദിവസമായി. അങ്ങനെ അവൻ അതിലോട്ടൊന്ന് ചെയ്ത് നോക്കാൻ വന്നത് എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ അവൻ ഒരു സൈഡിൽ കിടന്ന് അവൻ്റെ ആ സാധനം ചെയ്യുന്നു. ഞാനും പാറും ഇവിടെ പോസ്റ്റ്, അപ്പൂപ്പന്മാരിരുന്ന് ചീട്ടും കളിക്കുന്നു. എവിടെ പോയാലും ഞാൻ പോസ്റ്റാണ് ഗായ്സ്. എൻ്റെ ഊപ്പാടും ചാപ്പാടും വന്ന് അവളുടെ പുറകെ ഓടി. അവളങ്ങനെ കുറേ നേരം ചീട്ട് കളിക്കുന്നത് നോക്കി, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ അവളുമായിട്ട് പുറത്തിറങ്ങി നിന്ന് അവളൊരു സൈഡിൽ നിന്ന്, അവൾക്ക് എവിടെ പോയാലും പിന്നെ ഈ ഓട്ടവും ചാട്ടവും അല്ലേ ഉള്ളത്. അവളങ്ങനെ അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നു. അവനവിടെ അവൻ്റെ എക്സസൈസും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വിയർത്ത് കേട്ടോ ആൾ. ആദ്യമൊക്കെ ഒന്ന് ഇതായെങ്കിലും പിന്നെ നല്ലോണം ചെയ്ത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരമ്മയാണ്, സംസാരിക്കാൻ പറ്റത്തില്ല, കേൾക്കാനും പറ്റത്തില്ല. പിന്നെ അനിയൻ വന്നിട്ട് ഞങ്ങൾ അപ്പയുടെ വീട്ടിൻ്റെ വഴിയെ നിൽക്കുക. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.